വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് മുട്ടയില്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വനില കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള വനില കേക്കാണ്. മുട്ട അലർജി ഉള്ളവർക്കും അതുപോലെ തന്നെ മുട്ട കഴിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈസി ആയിട്ട് വനില കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്. അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. മുട്ടയ്ക്ക് പകരമാണ് നമ്മൾ ഈ തൈര് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. തൈരും ഇതാക്കുന്നതിനും കുറച്ച് മുന്നേ ഒന്നെടുത്ത് പുറത്ത് വയ്ക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഒരു അരിപ്പയിലൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ഈ മിക്സ്ചറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു വയേർഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ബീറ്റൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. വയേർഡ് വിസ്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിതാ 7 ഇഞ്ചിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ബേക്കിംഗ് പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 160 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 40 മുതൽ 45 മിനിറ്റ് വരെയാണ് നമ്മളിത് ബേക്ക് ചെയ്യേണ്ടത്. ഓവനിൽ വെക്കുന്നതിന് മുന്നേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓവൻ ഇല്ലാത്തവർക്ക് ഇതേ റെസിപ്പി വെച്ചിട്ട് കുക്കറിലും ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കറിലും ബേക്കായിട്ട് വരും. ഇപ്പോൾ ഇതാ ഓവനിൽ വെച്ചിട്ട് 40 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഓൺ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഓവൺ 180 ഡിഗ്രിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ആ ടെമ്പറേച്ചർ കൂടിയ രീതിയിൽ ബേക്കായി. അതുകൊണ്ടാണ് എൻ്റെ കേക്കിൻ്റെ മുകൾ ഭാഗത്തൊന്ന് ക്രാക്ക് വന്നത്. പിന്നെ ഞാൻ ടെമ്പറേച്ചർ കുറച്ച് 160 ഡിഗ്രി തന്നെയാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടെടുത്തത്. കേക്ക് ചൂട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇത് നിങ്ങൾക്ക് ഐസിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതല്ല ചായക്കാണെന്നുണ്ടെങ്കിൽ ടീ കേക്ക് പോലെ കട്ടാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത് ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.